തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ വായ്പാറയ്ക്കടുത്തുള്ള ഒരു ഡാമാണ് അപ്പർ ഷോളയാർ ഡാം. ഇത് എന്തുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്, എല്ലാം ബോർഡറാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ബോർഡർ കടന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്നലെ വന്ന കുറച്ച് സ്ഥലങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല, കാര്യം മഴയും ഇരുട്ടുമൊക്കെ ആയതുകൊണ്ട്. അതുവഴി തിരിച്ച് നമുക്ക് ഈ കാട്ടിലൂടെ തന്നെ 55 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരിക്കൽ കൂടെ നമ്മൾ ശ്രമിക്കുകയാണ് ആ സ്ഥലങ്ങൾ കൂടി ഒന്നുകൂടി കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മലയാളികൾ ധാരാളം വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വീക്കെൻഡിലേക്ക് എല്ലാം വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അപ്പർ ഷോളയാർ ഡാം എന്ന് പറയുന്നതിന് ഒരു ലോവർ ഷോളയാർ ഡാമും ഉണ്ട്. അപ്പർ ഷോളയാർ ഡാം, ലോവർ ഷോളയാർ ഡാം. അപ്പർ ഷോളയാർ ഡാം ഇവിടെ തമിഴ്നാട്ടിൻ്റെ ഭാഗമായി നിൽക്കുന്നു. ലോവർ ഷോളയാർ ഡാം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും എന്തുമാത്രം സൗകര്യമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കണക്ടിവിറ്റി ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്നവർ ലോവർ ഷോളയാർ ഡാമിലേക്ക് പോകുന്നു, അവിടെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡാമിൻ്റെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഈ തമിഴ്നാടിൻ്റെ ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഇത് 1965 ഈ ഡാം പണി കഴിപ്പിച്ചത്. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അവക്കാഡോ ഇവിടെ വാങ്ങാൻ കഴിയും. അവക്കാഡോ അവിടെ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണല്ലോ. ഇതൊക്കെ എത്രയാണ്, ഇതിൻ്റെ വില എത്രയാണ് ചേട്ടാ? ഇത് വില നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കണ്ടേ ചേട്ടാ? 100 രൂപ 1 കിലോ. 1 കിലോയ്ക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്താലോന്ന് ആലോചിക്കുന്നു. ഒരു 2 കിലോ തരൂ. തരാം ചേട്ടാ. പഴുത്തരാം. പോകുമ്പോഴത്തിനും നാളെ പഴുക്കും. ഓക്കെ. ഒരുവിധം കായ്കളൊക്കെ പഴുത്തുണ്ട്. അപ്പോൾ 2 കിലോ തരൂ. തരാം ചേട്ടാ. 2 കിലോ തരൂ. ഈ അവക്കാഡോ ഇവിടെ പിടിക്കുന്നത് തന്നെയല്ലേ? ഇവിടെ നമ്മുടെ തൊടിയിലുള്ളതാ. ഇവിടെ ഓ, ഇത് അപ്പൊ 200 രൂപ 2 കിലോ. ഓക്കെ. ഇത് ഭയങ്കര മുകളിലാണ് ഉള്ളത്. കൂടുതലാണ് ഉള്ളത്. ഓ, അത് കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അവക്കാഡോ വളരെ ചീപ്പായിട്ട് വാങ്ങാൻ കഴിയും. 1 കിലോയ്ക്ക് 100 രൂപ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കിലോ വാങ്ങി 200 രൂപ. നമുക്കവിടെ യു കെയിലൊക്കെ നമുക്ക് ഈ ഒന്നിന് 1 പൗണ്ടൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് ഒരു അവക്കാഡോയ്ക്ക് 100 കൂടുതലാവുമെന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 കിലോ വയ്ക്കാം. എനിക്കൊന്ന് 10-15 എണ്ണം കിട്ടി. 200 രൂപ കൊടുത്തു. ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിൽ വന്ന് അവിടെ നിന്ന് ഈ കാടിലൂടെ ഞങ്ങൾ ആതിരപ്പള്ളി ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ്. ഇന്നലെ വന്നപ്പോൾ മഴയായി പോയല്ലോ.
അപ്പോൾ ഈ വരുന്ന വഴിയിലുള്ള സീൻസൊക്കെയാണ് ഈ കാണുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു 55 കിലോമീറ്ററാണ് ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. വന്യമൃഗങ്ങളെ കാണാം എന്നുള്ളതാണ്. നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. ഇതുവരെ നമ്മൾ വഴിയിലൊന്നും അതിനെ കാണാൻ പറ്റിയില്ല. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാടാണ് ഈ കാണുന്നതെല്ലാം. ഈ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ആനകളൊക്കെ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു ഡാമിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അപ്പർ ഷോളയാറിൽ പോയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മറ്റേ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് തുറന്നു വിടുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ലോവർ ഷോളയാർ, ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമാണ്, അത് ഇവിടെ വന്ന് വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇവിടെ ഒരു ഡാമാണ് ലോവർ ഷോളയാർ ഡാം എന്ന് പറയുന്നത്. നമുക്കിവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആന ഇറങ്ങി വരുന്നതും വെള്ളം കുടിക്കുന്നതും ഗ്രൂപ്പോടുകൂടി വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ഏതായാലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും തിരിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ മഴ കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ കാണാം ധാരാളം ആൾക്കാരാണ്, കാര്യം കുട്ടികളും കുടുംബവുമായിട്ട് വന്ന് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത്രയും പ്രശസ്തമാണ്. കുട്ടികളും ആയിട്ട് ഈ സ്കൂൾ ഹോളിഡേ ആണ് ഈ സമയത്തെ. അപ്പോൾ എല്ലാവരും ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നമുക്ക് ഏതായാലും അതിൻ്റെ ഫോൾസ് കൂടി കുറച്ച് കണ്ടിട്ട് വരാം. ഞങ്ങൾ ഏതായാലും ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറക്കാതെ അവർ വിടുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഏതായാലും തിരിച്ചിവിടെ എത്തിയത്, ഇതൊരു വ്യൂ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അകത്തൂടെ താഴെ കൊണ്ടുവന്ന് ഈ വ്യൂവിൽ നമ്മളെ എത്തിച്ചതിന് നമ്മൾ സുഹൃത്തിനോട് സുനിലിനോട് നന്ദി പറയുകയാണ്. ഇതാണ് അതിരപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഷോട്ട്. ഈവനിങ്ങിലാണ് ഇവിടെ എത്തിയതെങ്കിലും ആ ഒരു മനോഹാരിത, കാടിൻ്റെ മനോഹാരിത നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ റിയലി സന്തോഷമുണ്ട്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അതിൻ്റെ മുകളിൽ വന്ന് നിന്ന് കണ്ടിട്ട് പോകാനേ കഴിയത്തുള്ളൂ. ഞങ്ങളെ ഏതായാലും ഇതിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളം കുറവാണ്, എന്നിട്ട് തന്നെ ഇത്രയും നമുക്ക് കാണാൻ പറ്റും. അത് ഇങ്ങനെ താഴേക്ക് വന്ന് വീണിട്ട് വെള്ളം മുകളിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഒരു മാസമോ 2 മാസമോ കൂടെ കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ഒരു 10 ഇരട്ടി പവറോടുകൂടിയായിരിക്കും ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, ശരിക്കും റിസോർട്ടുകളുണ്ട്. ഇപ്പം പല റിസോർട്ടുകളും അതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ, ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഉള്ള റൂംസിന് കുറച്ചുകൂടെ റേറ്റൊക്കെ കൂട്ടി നല്ലൊരു ബിസിനസ്സും ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ മനോഹാരിതയും നമുക്ക് വൈൽഡ് അനിമൽസിനെയൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഇതെല്ലാം ശരിക്കും ഓപ്പണായിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ശരിക്കും ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ഇതിൻ്റെ കാടിൻ്റെ ഭംഗിയും ഈ വൈൽഡ് ആനിമൽസിനെയും ലൈവായിട്ട് കണ്ട് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ആസ്വദിക്കാവുന്നതാണ്.
നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. ഞങ്ങളിന്ന് വന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയത്, ഇവിടെ ഇന്ന് ആറാട്ട് നടക്കുന്ന ദിവസമാണ്. അത് കാരണം ആറാട്ട് തുടങ്ങാൻ പോണതേ ഉള്ളൂ. രാവിലെയാണ് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഭരതൻ്റെയാണ്. അത് തന്നെയാണ് ഇതിനെ വളരെ യുണീക്ക് ആക്കുന്നത്. നമ്മൾക്ക് കൂടൽമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം എന്ന് പാട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്നതാണ് കൂത്തമ്പലം. ഇവിടുത്തെ ഈ കൂത്തമ്പലം എന്ന് പറയുമ്പോൾ അന്ന് ഒരു അമ്പലം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അവിടെ നിന്നാണ് ഇതിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസിനും പ്രൊമോഷൻ കൊടുക്കുന്നത്. കൂടൽമാണിക്യം എന്ന വാക്കിൻ്റെ അർത്ഥം 2 അമൂല്യ രത്നങ്ങൾ ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഞങ്ങൾ വ്യത്യാസമായിട്ട് തോന്നിയത്, ഇത് 10 ഏക്കറിലേറെ സ്ഥലമുണ്ട്. അതിന് നമുക്ക് ഈ കാണുന്ന കണക്കുള്ള ചുറ്റുമതിലുകളുണ്ട്. വളരെ വലുതായിട്ടുള്ള ചുറ്റുമതിലുകൾ ഉണ്ട്. ഇന്നിവിടെ അമ്പലത്തിൻ്റെ ഉത്സവ ദിവസം വന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറകിൽ ആനകൾ എല്ലാം അലങ്കരിക്കുന്നത് കാണാം. ഇവിടെയും 1-2 ആനകളെല്ലാം നിൽപ്പുണ്ട്. ആൾക്കാരെല്ലാം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ടാണ്. ഞങ്ങളിന്ന് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഉത്സവ ദിവസമാണ്. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് 6ാമത്തെ ദിവസമാണ്. അതിൻ്റെ ചടങ്ങുകളാണ് ഇതിൻ്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കലാരൂപങ്ങളായ ചാക്യാർ കൂത്ത്, കൂടിയാട്ടം എന്നിവ പ്രധാനമായി അരങ്ങേറുന്ന സ്ഥലമാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊന്നായ തൃശ്ശൂരിലെ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും തിരക്കുള്ള തൃശ്ശൂരിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ പുറകിൽ കാണുന്ന സ്ഥലം. ഇവിടെ ശക്തൻ തമ്പുരാനാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഈ സിറ്റി വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശക്തൻ തമ്പുരാൻ എന്ന ഈ നാമകരണം ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ വന്നപ്പോൾ ഒരു സമാധാനം തോന്നിയത് സ്കൈ വോക്ക് എന്ന് പറഞ്ഞ ഒരു റൗണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ താഴെ നിന്ന് കയറി വന്നാൽ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് ഒന്നുകിൽ ലിഫ്റ്റിൽ വരാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് വരാം. മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റി പോകുമ്പോൾ നമുക്ക് എവിടെയാണോ ഇറങ്ങാനുള്ളത് അവിടെ ഇറങ്ങാൻ കഴിയും. കാരണം ഇപ്പോൾ ഫിഷ് മാർക്കറ്റുണ്ട്, ശക്തൻ ഫിഷ് മാർക്കറ്റുണ്ട്, ശക്തൻ ഇത് പച്ചക്കറി മാർക്കറ്റുണ്ട്. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ റോഡിൽ ഇടയ്ക്ക് കിടന്ന് ക്രോസ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഇറങ്ങാനുള്ളത് അവിടെ ഇറങ്ങാൻ പറ്റും. ലിഫ്റ്റും ഉള്ളത് കൊണ്ട് നല്ലൊരു സംവിധാനമായിട്ടാണ് തോന്നിയത്. തൃശ്ശൂർ വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയൊരു സ്ഥലം ഇതാണ്. റോഡ് ക്രോസ് ചെയ്യാനാണ് ഏറ്റവും അധികം പാട്. നമ്മൾ താഴോട്ട് നോക്കിയാൽ തന്നെ കാണാം ഈ വണ്ടികളും ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തരം മോഡേൺ ചിന്താഗതിയിലൂടെ നമ്മൾ പല സ്ഥലങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ യാത്രക്കാർക്കുള്ള സൗകര്യമാണല്ലോ, കാൽനടക്കാർക്കുള്ള സംവിധാനമാണ് ഇവിടെ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ബസ്സും കാറും അവിടെ നിർത്തി തരത്തില്ല. നമ്മൾ വിദേശത്തൊക്കെ ആണെങ്കിൽ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ വരുന്ന കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം സിസ്റ്റം ഉണ്ടെങ്കിലും പക്ഷേ ഒന്നും നിർത്തില്ല, നമുക്ക് ക്രോസ് ചെയ്യാൻ വലിയ പാടുമാണ്. അതിന് ഒരു പരിഹാര മാർഗമാണ് ഈ സ്കൈ വാക്ക് എന്ന് എനിക്ക് തോന്നിയത് തൃശ്ശൂർ വന്നപ്പോൾ. ഓക്കെ, ഞങ്ങൾ കറങ്ങി വന്നപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റ്, ഏതായാലും വെജിറ്റബിൾ മാർക്കറ്റിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ പ്രായമുള്ളവർക്ക് വേണ്ടി ഉള്ളതാണല്ലോ ലിഫ്റ്റ്, അതെങ്കിലും ലിഫ്റ്റ് ഉപയോഗിച്ച് കളയാം. സ്റ്റെപ്പ് തുടങ്ങാം, പക്ഷേ അതാ വന്നു, സ്ട്രൈറ്റ് അവേ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ലിഫ്റ്റ്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇവിടുത്തെ നാടനായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുമെന്ന് അവർ ഇവിടെ ഈ തൃശ്ശൂരല്ലേ, ഇവിടെ തന്നെ പിടിക്കുന്ന ശരിക്കും വെജിറ്റബിൾസ് ഇവിടെ ഇറങ്ങിയപ്പോഴേ കാണാം. പഴത്തിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട്.